ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 23 വിശുദ്ധ ജോസഫ് കഫാസോയുടെ തിരുനാൾ. ഇറ്റലിയിൽ കാസ്റ്റൽനോവയിൽ 1815 ജനുവരി 15 ജോസഫ് കഫാസോ ജനിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ കൊച്ചു വിശുദ്ധൻ എന്നാണ് ജനങ്ങൾ അവനെ വിളിച്ചിരുന്നത്. കുടുംബം ദരിദ്രമായിരുന്നെങ്കിലും അവന്റെ സാമർഥ്യവും ഉത്സാഹശീലവും ദൈവഭക്തിയും നിമിത്തം 22-ാമത്തെ വയസ്സിൽ അവന് വൈദികനാകാൻ കഴിഞ്ഞു. അദ്ദേഹം ടൂറിനിൽ സെമിനാരിയിൽ പ്രീഫെക്റ്റും സന്മാർഗ ശാസ്ത്ര അധ്യാപകനുമായി ജോലി തുടങ്ങി. അവസാനം റെക്ടറുമായി. ഇറ്റലിയിൽ വൈദിക ലോകത്തെ പവിഴമെന്നാണ് ഫാദർ കഫാസോ അറിയപ്പെട്ടിരുന്നത്. വൈദികരും മെത്രാന്മാരും രാജകുമാരന്മാരും തൊഴിലാളികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ താൽപ്പര്യം കാണിച്ചിരുന്നു. ഡോൺ ബോസ്കോയ്ക്ക് സെമിനാരി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഫാദർ കഫാസോയുടെ സഹായത്താലാണ്. വിശുദ്ധ ജോസഫ് കൊത്തലോങ്കോയുടെ ദൈവ പരിപാലനാ ഭവനവും ഫാദർ കഫാസായുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വിഷയമായി. ദരിദ്രരെയും അനാഥരെയുമാണല്ലോ ഫാദർ കൊത്തലാങ്കോ സംരക്ഷിച്ചിരുന്നത്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആത്മീയ പിതാവായ വിശുദ്ധ ജോസഫ് കഫാസോ ടൂറിൻ സെമിനാരി റെക്ടറായിരിക്കുമ്പോൾ തന്നെ 1860 ജൂൺ 23 49-ാമത്തെ വയസ്സിൽ ജോസഫ് കഫാസെ ദിവംഗതനായി. വൈദികരുടെ ലോകത്തെ പവിഴമെന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ജോസഫ് കഫാസോ ഞങ്ങൾക്കു വേണ്ടിയും ലോകം മുഴുവനു വേണ്ടിയുമുള്ള വൈദികർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.